ഈശ്വരനല്ലേ ഇല്ലേ? ഈശ്വരനല്ലേ? അഷ്ടധനു പ്രതിഭാസുര ലിംഗം എന്ന് ഇതൊക്കെ നമ്മൾ പലപ്പോഴും പലത് പറയുമ്പോഴും പറയുന്നതാണ്, ആവർത്തിച്ച് പറയുന്നതാണ്. കാരണം എന്താണ്? ഈശ്വരനെ കാണാൻ പറ്റുമോ? പറ്റും. പഞ്ചഭൂതങ്ങൾ 5 ഈശ്വരനല്ലേ? അപ്പൊ ധാരാഞ്ച പറയുന്നത് സൃഷ്ടിയാന്ന് പറഞ്ഞു. ചോദിക്കാൻ പോയ അബദ്ധായി. കൊച്ചു പറഞ്ഞു ഇതൊരു സൃഷ്ടിയാണ്. ശരിയാണ്, ഇതൊരു സൃഷ്ടിയാണ്, ഈശ്വരന്റെ സൃഷ്ടിയാണ് ആശാപ്രദീപ്. ശരിയാണ്. അപ്പൊ ഇത് ഈ സൃഷ്ടിക്ക് അസംസ്കൃത പദാർത്ഥം എന്താണ്? ഇത് ശരീരമാണ് അല്ലേ? ഈ ശരീരത്തെ ശിവമാക്കി നിർത്തിയിരിക്കുന്നത് ഇതിനകത്തൊരു ജീവൻ ഉള്ളതാണ്. അപ്പൊ ഈ സംഭവം എന്താന്ന് മനസ്സിലായാൽ ഈ സൃഷ്ടി എന്താന്ന് മനസ്സിലായി. ഈ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഭിത്തി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ റെഡിമണി ഉത്തരം പറയും അല്ലേ? പേപ്പർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ട്. ശരീരം എന്തുകൊണ്ടാണ് അപ്പനെ ഉണ്ടാക്കിയിട്ടുള്ളത്? അയ്യോ, അതിപ്പോ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. ആണോ? ശരീരം എന്നാ കൊണ്ടാ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതിന്റെ കൂട്ടെന്നാണ് അറിയാവോ? ഇതിനൊരു കൂട്ടുണ്ടല്ലോ. ഇത് കൂട്ടെന്താ? ശരീരത്തിന്റെ കൂട്ട്. ഈ മണ്ണൊക്കെ കുഴച്ചിട്ടേ ഈ ഭിത്തി ഉണ്ടാക്കുന്ന പോലെ ഈ മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ ഒരു കൂട്ടുണ്ടായിരുന്നു. എന്ത് കൂട്ടുണ്ടാക്കിയിട്ടാ ഈ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്നെൻ പിണ്ടത്തിനന്ന മൃദു നൽകി വളർത്ത ശംഭോ. കൂട്ടവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെ വല്ലപ്പോഴും പിണ്ടനന്ദിയൊക്കെ ചൊല്ലണം, എന്നാലേ കൂട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ മനസ്സിലായില്ലേ? കൂട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെല്ലണം? പിണ്ടനന്ദി ചൊല്ലണം. പിണ്ടനന്ദി 2-ാം ശ്ലോകം കൂട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതാണ് കൂട്ട്? മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. മണ്ണ്, ജലം, ആകാശം, അഗ്നി, വായു, പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വലിയ എന്റെ ശരീരം എന്നും കുളിപ്പിക്കുന്നു, പൊട്ടു തൊടുന്നു, സൗന്ദര്യം വെപ്പിക്കുന്നു ഇല്ലേ? എന്റേതാന്നാ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? കൊണ്ടു കിടക്കുന്ന സാധനം നമ്മുടെ അല്ലെന്ന് മനസ്സിലായോ? എന്തൊരു അഹങ്കാരാണ്. എന്റെ അത്രയും ഗ്ലാമർ വേറെ ആർക്കും ഇല്ല ഇല്ലേ? പിന്നെ ഈ ഗ്ലാമർ കൂട്ടാനുള്ള പരിപാടികൾ എന്തൊക്കെയാ അപ്പനെ ചെയ്യുന്നത്? ഓരോരുത്തരാണെങ്കിൽ അല്ലേ അതിലേ പോകുന്നു, ഇതിലേ പോകുന്നു ഇല്ലേ? പോയാലും പോയില്ലെങ്കിലും എങ്ങനെ ഈ ഗ്ലാമർ കൂട്ടാന്ന് ഞാനും നിങ്ങളും വിചാരിക്കും. ഇത് എത്ര കൂട്ടിയാലും കുറെ കഴിയുമ്പോഴത്തേക്കിന് ശരിയാവത്തൂല്ല ഇല്ലേ? ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയും അത് അല്ലേ? നമ്മള് വളരെ ഈശ്വരൻ ചിരിക്കുന്ന ചില സന്ദർഭങ്ങളെ ഒന്ന് നമ്മൾ എന്താണ് ഈ ഒരു രോഗിയെ കണ്ടിട്ട് ഡോക്ടറെ രക്ഷിക്കാന്ന് പറയുന്ന സമയം, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ ഇച്ചിരി മണ്ണിനൊക്കെ വേണ്ടിയിട്ട് വഴക്കുപിടിക്കുകയല്ലേ? ഇത് എന്റെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുപിടിക്കുക. അതായത് ഈശ്വരനെ മറന്ന് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മഹത്വം അറിയാതെ വരുമ്പോഴാണല്ലോ നമ്മള് ഞാൻ എന്തൊക്കെയാണെന്നുള്ളൊരു ഭാവം തോന്നുന്നത്. നമുക്ക് പോകാനായിട്ടുള്ള സിഗ്നൽ, അതായത് ഇവിടുന്ന് ഏതാണ്ട് വിസയൊക്കെ സെറ്റായി വരികയാണെന്നുള്ള അറിയിപ്പുകൾ തരും ഈശ്വരനെ. പല രീതിയിൽ തരും. ചെങ്ങന്നൂരുകാർക്കാർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏതാണ്ട് ഇവിടുത്തെ സമയമൊക്കെ എന്താണ് ഇച്ചിരി ഒന്ന് കരുതിയിരുന്നോ? ഇച്ചിരി ഈശ്വരനെയൊക്കെ നല്ലതായിട്ട് ഭജിച്ചിരുന്നോ? എന്താണ് ഇവിടെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സിഗ്നലൊക്കെ തരും ഈശ്വരൻ കേട്ടോ. ആദ്യ സിഗ്നൽ തരുന്നത് കറുപ്പൊക്കെ എല്ലാം ചെറുതായിട്ട് വെള്ളയാകാൻ തുടങ്ങും. അപ്പൊ നമ്മൾ വിട്ടുകൊടുക്കോ? നമ്മൾ അതിലും ഗംഭീരമായിട്ട് കറുപ്പിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ഈശ്വരൻ നമ്മളോടാ കളിക്കുന്നത് അല്ലേ? പിന്നല്ലാതെ. അപ്പൊ നമുക്ക് ആദ്യം ഒരു സിഗ്നൽ തന്ന് ഇനിയെങ്കിലും ഈശ്വരനെ അറിഞ്ഞു വിളിക്ക്, നിനക്ക് ഇവിടുത്തെ കാലാവധി തീരാറായി, മച്ചുറായി. അപ്പൊ ഇവിടെ എന്താണ് അതുകൊണ്ട് പോളിസിയൊക്കെ മച്ചറാകുന്ന പോലെ അതുകൊണ്ട് ഏതാണ്ട് ഇവിടുത്തെ കാലാവധിക്കൊക്കെ ഏതാണ്ട് തീർച്ചയായും തീരുമാനമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും വിളി ഉണ്ടാവാം. അതുകൊണ്ട് ഒന്ന് കരുതിയിരുന്നോ, നന്നായി പ്രാർത്ഥിച്ച് ഈശ്വര വിചാരത്തോടുകൂടി ഇനിയെങ്കിലും നിന്റെ അഹങ്കാരമൊക്കെ കുറയ്ക്കി, ഇനിയെങ്കിലും തട്ടിയെടുക്കലും വെട്ടിപ്പിടിക്കലും ഒക്കെ കുറയ്ക്കി, ഇനിയുള്ള ശിഷ്ടകാലം എന്താണ് ഈശ്വരനെ അറിഞ്ഞ് ജീവിക്ക് ഒരു മുന്നറിയിപ്പ് തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? നമ്മുടെ ഉണ്ടായിരുന്ന കറുപ്പിനേക്കാളും നമ്മൾ നല്ല എന്ത് ചെയ്ത്? സൂപ്പറായിട്ട് കറുപ്പിച്ചു. ഈശ്വരൻ നമ്മളോട് കളിച്ചാ ജയിക്കോ എന്നുള്ള രീതി നമ്മൾ അങ്ങോട്ട്. അപ്പൊ അടുത്ത പിന്നെയാണ് എന്നാന്നറിയത്തില്ല 2 ദിവസമായിട്ട് പല്ലിന് ഒരു ചെറിയ ഇളക്കം. മൊത്തത്തിലെ ഇളക്ക. ആ കൂട്ടത്തിൽ എന്താണ് വായി കിടക്കുന്ന പല്ലിന് ചെറിയൊരു ഇളക്കം. അടുത്ത സിഗ്നല് പല്ലൊക്കെ പൊഴിയാൻ തുടങ്ങി. നമ്മൾ വിട്ടുകൊടുക്കോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്നാ മൊത്തത്തിലെടുത്തിട്ട് ഒന്നിച്ചങ്ങ് വെച്ചേക്കാം ഇല്ലേ?